ഒരുക്കമാണ്. ഇറാനെതിരെ വലിയ പടയൊരുക്കം യുഎസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് പകരം ഇസ്രായേലാണല്ലോ ഇപ്പോൾ ആക്രമണം നയിച്ചിരിക്കുന്നത്. അമേരിക്ക ഈ ആക്രമണത്തിൽ പങ്കാളിയാണോ? ഇതുവരെ ഇപ്പോൾ ഇസ്രായേൽ മാത്രമാണ് ആക്രമണത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അതൊരു സ്ട്രാറ്റജിക്കൽ തീരുമാനമായിരിക്കണം. കാരണം ആദ്യം ഇസ്രായേലിനെ കൊണ്ട് പിന്നെ ഈ കാര്യങ്ങൾ നടത്തിക്കുക, എന്നിട്ട് അടുത്തൊരു ഘട്ടത്തിലേക്ക്, കാരണം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണത്തിന്റെ വ്യാപ്തിയും സ്വഭാവവും അനുസരിച്ചായിരിക്കും ഇനി അമേരിക്കയുടെ പങ്കാളിത്തമെന്നാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഈ മേഖലയിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. നേരത്തെ അബ്രഹാം ലിങ്കൺ നേരത്തെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ജെറാൾഡ് ആർ ഫോർഡ് എന്ന പുതിയ യുദ്ധക്കപ്പൽ വിമാനവാഹിനി കപ്പൽ കൂടി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നാവിക മേഖലയിൽ നിരവധി കപ്പലുകൾ വേറെയും അമേരിക്ക ഒരുക്കി നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടേറെ പോർ വിമാനങ്ങളും ഇസ്രായേലിന്റെ വ്യോമതാവളത്തിലും അതോടൊപ്പം തന്നെ ജോർദാൻ വ്യോമതാവളത്തിലും നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മേഖലയിലെ എല്ലാ അമേരിക്കൻ ഇസ്രായേലിന്റെയും കേന്ദ്രങ്ങളിൽ വലിയ സുരക്ഷാ നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നൗഫൽ, നേരത്തെ തന്നെ ഇറാൻ പലവരും വ്യക്തമാക്കിയിട്ടുണ്ട്, ചെറിയ തോതിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ അതിന്റെ തിരിച്ചടി വളരെ വ്യാപ്തിയുള്ളതായിരിക്കും, പ്രഹരശേഷി വളരെ കനത്തതായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇന്നലെ വൈകിട്ടും ഇറാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ നൽകിയിട്ടുണ്ട്. അപ്പൊ അത്തരമൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം ഉണ്ടായിരിക്കെ തീർച്ചയായിട്ടും അത് കേവലം ഇസ്രായേലിന്റെ ഉള്ളിൽ മാത്രം പരിമിതപ്പെടുമെന്ന് ഈ ഘട്ടത്തിൽ പറയുക എളുപ്പമല്ല. തീർച്ചയായിട്ടും കൂടുതൽ വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിനെ ഏത് വിധത്തിൽ അമർച്ച ചെയ്യാൻ മറ്റ് മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് സാധിക്കും എന്നൊരു ചോദ്യം ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ട്രംപിന്റെ പൂർണ്ണമായിട്ടുള്ള അനുമതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ ആക്രമണം ആരംഭിച്ചിരിക്കുന്നത്. ഇനി അമേരിക്ക ഇതിൽ പങ്കാളിത്തം വഹിക്കുമോ, അത്തരമൊരു പങ്കാളിത്തം ഏത് ഘട്ടത്തിലായിരിക്കും എന്നത് മാത്രമാണ് ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് റഷ്യയും ചൈനയും. കാരണം ഇറാനുമായിട്ട് അത്രയും അടുത്ത ബന്ധം പുലർത്തുന്നു. ഇത്തരമൊരു ആക്രമണത്തിൽ അവർ ഏതെങ്കിലും അർത്ഥത്തിൽ പങ്കാളിത്തം വഹിക്കുമോ എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മേഖലയിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതിനുള്ള എല്ലാ ചേരുവകളുമാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോ ഈ ആക്രമണം എത്ര നേരത്തേക്ക് തുടരുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇസ്രായേലിലേക്ക് ഒരു വിമാനങ്ങളും വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വ്യോമാതിർത്തി പൂർണ്ണമായിട്ടും അടച്ചിട്ടിരിക്കുകയാണ്. ഇനി ഈ ആക്രമണത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അതായത് തുടർച്ചയായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണോ, മിസൈൽ ആണോ ആക്രമണത്തിനായി ഉപയോഗിക്കുന്നത്, അതോ വ്യോമാക്രമണമാണോ എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകളൊക്കെ ഉണ്ടോ? നൗഫൽ, വ്യോമാക്രമണമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിരവധി പോർ വിമാനങ്ങൾ ഇസ്രായേലിൽ സജ്ജമായി നിലയുറപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. കാരണം ഒരു കേവലമായിട്ടുള്ള ഒരു പരിമിതമായ ആക്രമണം നടത്തി തിരിച്ചു പോവുകയല്ല, കുറെ കൂടി വ്യാപ്തിയുള്ള ഒരു ആക്രമണത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ എന്ന കാര്യം വ്യക്തമാണ്. ഇതിൽ അമേരിക്കയുടെ പോർ വിമാനങ്ങൾ കൂടി എപ്പോൾ രംഗത്ത് വരുമോ എന്നൊരു ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായിട്ടും ഒരു യുദ്ധസജ്ജമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ചില പങ്കാളിത്തം ഈ ആക്രമണത്തിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിന്റെ ചാനൽ തന്നെയാണ്, ചാനൽ 13 ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. കാരണം സംയുക്ത ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേലിന്റെ ചാനൽ 13 ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തന്നെയാണ് ഈ ഓപ്പറേഷന് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതിൽ അമേരിക്കൻ പങ്കാളിത്തം കുറെ കൂടി വിപുലപ്പെട്ടു വരാനുള്ള വലിയ സാധ്യതയുണ്ട്. കാരണം ജോർദാനിന്റെ സൈനിക താവളങ്ങളിൽ നിരവധി പോർ വിമാനങ്ങൾ സജ്ജമാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടന്റെ അധീനതയിലുള്ള വ്യോമതാവളവും അമേരിക്ക പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് വരികയാണെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തീർച്ചയായിട്ടും ഏത് സമയവും ആക്രമണം ഉണ്ടാകും എന്ന് അറിയാവുന്ന ഇറാൻ ഏത് രീതിയിലാണ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരിക്കും അവർ സ്വീകരിച്ചിട്ടുണ്ടാവുക?